എന്ന് അള്ളാഹ് പറയണത്. കള്ളുടിക്കുന്ന, പെണ്ണുടിക്കുന്ന, വ്യഭിചരിക്കുന്ന, മോഷ്ടിക്കുന്ന, പിടിച്ചുപറിക്കുന്ന, തെറിച്ചറിയുന്ന, വൃത്തികേട് കാണിക്കുന്ന എല്ലാ റബ്ബർത്തും കാണിക്കുന്നുണ്ട്. അള്ളാഹ് പറയാണ് കിറാമൻ കാതിബീൻ, നിന്റെ കൂടെ 24 മണിക്കൂറും നിന്റെ കൂടെ, നിന്റെ മരണത്തിന്റെ നിമിഷം വരെയും നിന്റെ കൂടെ രേഖപ്പെടുത്തി വെക്കുന്ന ചില മാന്യന്മാരുണ്ട്. അതല്ലാഹുവിന്റെ മലായികത്തുകളാ. അവരെ മറന്നിട്ട് നിനക്കൊരു തണ്ടിത്തരവും ഒരു തമ്മാടിത്തരവും ചെയ്തു പോകാനാകില്ല. ബലാ വറസുലുനാ ലദൈഹിം യക്തുബൂൻ, അതേ നമ്മുടെ ദൂതന്മാർ അവരുടെ അടുക്കൽ എഴുതിയെടുക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ മലായികത്തുകള് ഓരോ സെക്കൻഡും നമ്മുടെ കൂടെയുണ്ട്, അവരെഴുതിയെടുക്കുന്നുണ്ട്. സൂറത്ത് യാസീനിൽ കാണാം, അവർ ചെയ്തു വെച്ചതും അവരുടെ അനന്തര ഫലങ്ങളും പ്രവർത്തനങ്ങളും നാം എഴുതി വെക്കുന്നു. നമ്മൾ ചെയ്തു പോയത് മാത്രല്ല, ആ ചെയ്തു പോയതിന്റെ അനന്തരഫലം പിന്നീട് എത്ര കാലഘട്ടങ്ങളിൽ ഇവിടെ നിൽക്കുന്നുണ്ടോ. നമ്മൾ ഫിറ്റ് ചെയ്തത് വെറും ഒരു ഡിഷ് ചാനലാ, നമ്മൾ വിചാരിച്ചത് ന്യൂസ് മാത്രം കാണാനാ, എന്നിട്ട് ദുനിയാവെന്ന് നമ്മളങ്ങ് മരിച്ചു പോവുകയാ. എന്നാൽ നമ്മൾ ഫിറ്റ് ചെയ്ത ഡിഷ് ചാനലിൽ, നമ്മൾ ഫിറ്റ് ചെയ്ത ചാനലിൽ, ആ ചാനൽ മാറി മാറിയിട്ട് ഭാര്യമാര് കാണുന്നുണ്ടെങ്കിൽ, മക്കള് കാണുന്നുണ്ടെങ്കിൽ, പേരമക്കള് കാണുന്നുണ്ടെങ്കിൽ, തുടങ്ങി വെച്ച ബാപ്പാ ഈ ഹറാമ് തുടങ്ങി വെച്ചതിന്റെ പ്രതിഫലം മാത്രമല്ല, അതെത്ര തലമുറ ഹറാമില് ജീവിക്കുന്നുണ്ടോ അത് മുഴുവനും താങ്കളുടെ ഖബറിടത്തിലേക്ക് കൂലിയായിട്ട് കടന്നു വരികയാണ്, നരകരാജ്യത്തും അദാബായിട്ട് കടന്നു വരികയാണ്. അതുകൊണ്ട് എന്തിനാണ് രക്ഷിതാക്കളെ പുരയിടത്തിലെ ഹറാമുകൾ വലിച്ചിറക്കിയിട്ട് മാതൃക കാണിക്കുന്നത്? അങ്ങനെ പ്രവർത്തനം മോശമായവർ പറഞ്ഞു പോകും. എല്ലാം നഷ്ടപ്പെട്ടെന്ന് തോന്നിയ ആള് പരലോകത്ത് വെച്ച് പറഞ്ഞെന്ന് അറിയും, യാ ലൈതനീ ലം ഊത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹാ കാനത്തിൽ ഖാദിയ. എന്റെ ഗ്രന്ഥം എനിക്ക് നൽകപ്പെടാതിരുന്നെങ്കിൽ, അഥവാ ജീവിതത്തിന്റെ പുസ്തകമുണ്ടല്ലോ, മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. മനുഷ്യന്റെ ജീവിതത്തിൽ ചെറുതാകട്ടെ വലുതാകട്ടെ മരിക്കുന്നത് വരെയുള്ള പ്രവർത്തനങ്ങൾ മുഴുവനും രേഖപ്പെടുത്തി വെക്കപ്പെട്ടൊരു ഗ്രന്ഥം കാണുമ്പോൾ മനുഷ്യര് പറയുമല്ലോ, ഇതെന്തൊരു ഗ്രന്ഥമാണെന്ന്. ആ ഗ്രന്ഥം എനിക്ക് നൽകപ്പെടാതിരുന്നെങ്കിൽ, എന്റെ വിചാരണ എന്താണെന്ന് ഞാൻ അറിയാതിരുന്നെങ്കിൽ, എന്റെ വിചാരണ എന്താണെന്ന് ഞാൻ അറിയാതിരുന്നെങ്കിൽ, അന്നൊരു കല്യാണത്തിന്റെ വീട്ടില്, അന്നൊരു സൽക്കാരത്തിന്റെ വീട്ടില്, അന്നൊരു രോഗസന്ദർശനത്തിന് ശേഷം ഒരു ആശുപത്രിയുടെ വരാന്തയില്, അല്ലെങ്കിൽ ഒരു ആശുപത്രിയുടെ ഐസിയുല് എന്റെ പൊന്നുമക്കളോടൊപ്പം കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ, എന്റെ മക്കളോടൊപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ, ജീവിതത്തിന്റെ ഏതോ ഒരു മേഖലയില് എന്നിലേക്ക് കടന്നു വന്ന മരണമില്ലേ, യാ ലൈതഹാ യാ ലൈതഹാ കാനത്തിൽ ഖാളിയ. ആ മരണത്തോടുകൂടി എല്ലാം അങ്ങ് അവസാനിക്കുന്നതായിരുന്നെങ്കിൽ. ആളുകളുടെ മനസ്സിൽ ഇപ്പോഴുള്ള ചിന്തകൾ എപ്പോഴാണോ മരിക്കുന്നത്, ആ മരിക്കുന്നതോടുകൂടി കഴിഞ്ഞു തുടങ്ങി. എന്താണ് അയാള് പറയുന്ന വാക്കാണെന്നറിയാം, ആ മരിക്കുന്ന നിമിഷം വരെ ചെയ്തു പോയ പ്രവർത്തനത്തിന്റെ പുസ്തകം കിട്ടാതിരുന്നെങ്കിൽ, അതുമായി ബന്ധപ്പെടാനാകാതിരുന്നെങ്കിൽ, മരിക്കുന്ന സെക്കൻഡിൽ ആ മരണത്തോടുകൂടി സർവ്വം അവസാനിപ്പിച്ചിരുന്നെങ്കിൽ, എന്റെ ഇങ്ങടെ ജീവിതത്തിലേക്ക് ഏത് സമയം മരണം വരും? ചോദിക്കാം, പറയാം, അന്വേഷിക്കാം. കുടുംബവും കുലവും ജാതി വർഗവും ഒന്നും നോക്കാതെ ആരും മരിക്കും. ഏത് പ്രായക്കാരനും അങ്ങനെ നാളത്തെ പ്രഭാതം എന്റെയോ നിങ്ങളുടെയോ വീടിന്റെ മുന്നിലെ ആളുകൾ കൂടുകയാ, ആളുകൾ കടന്നു വരികയാ, മയ്യത്ത് കാണുകയാ, മയ്യത്ത് പ്രദർശനത്തിന് വെക്കുകയാ, മുഖത്ത് നിന്ന് തുണി മാറ്റി കൊടുക്കുകയാ, ആളുകൾ നെറ്റിത്തടവും ചുണ്ടും നോക്കുകയാ, ഈമാനികമായ വല്ല അടയാളങ്ങൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുകയാ. നിങ്ങൾ ആലോചിക്കണേ. എന്നിട്ട് ആളുകൾ ഇങ്ങനെ വട്ടമിട്ടിട്ട് പുറത്തിറങ്ങുകയാ. ചോദിക്കുന്ന സമയത്രയാ? 9:30 മയ്യത്തെടുക്കുന്നത്. ആരുടെ? എന്റെ മയ്യത്ത്. ആരുടെ? നമ്മുടെ മയ്യത്ത്. നമ്മുടെയൊക്കെ മയ്യത്തെടുക്കാനുള്ള സമയത്രയാ 9:30. 9:30 മണിക്ക് മയ്യത്തെടുക്കുകയാണ്, കുളിപ്പിക്കുകയാണ്, അകത്തളങ്ങളിൽ നിന്ന്
ചെറിയ ചെറിയ പൊട്ടലും ചീച്ചലും പുറത്തേക്ക് ഇങ്ങനെ വരികയാണ്, കരയുകയാണ്, ഇണകൾ ബോധം കെട്ടുപോവുകയാണ്. പൊന്നുമ്മച്ചി വേദനയോടുകൂടി നെഞ്ചമർത്തി പിടിക്കുകയാണ്, ഭാരിടം അമർത്തി പിടിക്കുകയാണ്. വല്ലാത്ത വേദനയാണ് പൊന്നുമ്മച്ചിക്കുള്ളത്. ഈ പ്രായമായ പൊന്നുമ്മച്ചി ഇവിടെ ഉണ്ടാകുമ്പോഴും എന്റെ യുവത്വമുള്ള, ആണത്വമുള്ള, ചുറുചുറുക്കുള്ള, സന്ദേഹമുള്ള, ഒരിക്കലും മരിക്കാൻ പ്രായമായിട്ടില്ലെന്ന് കരുതിപ്പോയി 21-കാരന്റെ മയ്യത്താണ് ഇവിടെ കിടക്കുന്നത്. പൊന്നുമ്മച്ചിയുടെ മുലപ്പാല് ചീറ്റുകയാണ്, വേദനിക്കുകയാണ്, വിഷമിക്കുകയാണ്. മാക്ക് വല്ലാത്ത സങ്കടമാണ്. ഒരു കല്യാണം വേണമെന്ന് ആഗ്രഹിച്ചിട്ട് എല്ലാവർക്കും പൂതി വെച്ചിട്ട് 22-കാരനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചതാണ്. 2 മാസമായിട്ടുള്ള പൊന്നുമോളവിടെ ബോധം കിട്ട് കിടക്കുകയാ. അങ്ങനെ കുളിപ്പിക്കാൻ വെച്ചു. കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്നു, കഫം ഇവിടെ വെച്ചിട്ട്. അവ ചോദിച്ചു, നിസ്കരിക്കണല്ലേ? സഹോദരിമാർ ഇസ്ലാം അംഗീകരിച്ച നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക. ഉമ്മച്ചി വിതുമ്പിയിട്ട് പൊന്നുമോന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാ. മയ്യത്തിലേക്ക് വീണിട്ട് പൊട്ടിക്കരയുകയാ. ബന്ധപ്പെട്ടവര് പിടിച്ചു മാറ്റുകയാ. അവസാനം ഇവിടെ നിന്നോ ഭാര്യയെ കൊണ്ടുവരികയാണ്. അബോധാവസ്ഥയിൽ, വല്ലാത്ത അവസ്ഥയിൽ അവള് വന്നു നിൽക്കുകയാണ്. കുഞ്ഞന് ചുറ്റിമാരുണ്ട്, ജ്യേഷ്ഠത്തിമാരുണ്ട്, കുഞ്ഞാമ്മമാരുണ്ട്, വല്യമ്മമാരുണ്ട്. പ്രിയപ്പെട്ട പെണ്ണുങ്ങൾ മുഴുവനും, അവന്റെ കുടുംബക്കാരികൾ മുഴുവനും, അയൽവാസികൾ പോലും മയ്യത്ത് നിസ്കരിക്കാൻ ആയുധ കൊടുത്തിട്ട് റെഡിയാവുകയാണ്. ഇത് തട്ടമിടുന്നു, തേങ്ങുന്നുണ്ട്. അവസാനം ധൈര്യമുള്ള മൂത്ത പെങ്ങൾ റെഡിയാവുകയാണ്. അല്ലെങ്കിലോ ഭാര്യ റെഡിയാവാണ്, അല്ലെങ്കിൽ പൊന്നുമ്മച്ച് റെഡിയാവാണ്. പൊന്നുമോന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ, പ്രിയപ്പെട്ട മകന്റെ, പ്രിയപ്പെട്ട മാതാവിന്റെ, പ്രിയപ്പെട്ട വാപ്പച്ചിയുടെ ആരുടെയെങ്കിലോ ഒരാളുടെ മയ്യത്ത് നിസ്കരിക്കാൻ അവർ റെഡിയാകാണ്. അങ്ങനെ ഭർത്താവിന്റെ മയ്യത്തിന്റെ മുന്നിൽ വെച്ചിട്ട് ഭാര്യ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കൈകെട്ടുകയാണ്. ഫാത്തിഹ ഓതുകയാ. അല്ലാഹു അക്ബർ കൈകെട്ടുന്നു, സ്വലാത്ത് ചൊല്ലുകയാ. അല്ലാഹു അക്ബർ കൈകെട്ടുന്നു, പിന്നീട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവേ ഈ മയ്യത്തിന് കിട്ടേണ്ടുന്ന ഒരുപാട് ഗുണങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാ. അവസാനം അവള് വിതുമ്പി പറയാണ്, അല്ലാഹുമ്മ അദ്ഖിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ഈ ഭർത്താവിന്, ഈ മയ്യത്തായി കിടക്കുന്ന ആളുകൾക്ക് നീ നല്ലൊരു വീട് നൽകണേ നാഥാ. നല്ല അഹ്ലുകാരെ നൽകണേ നാഥാ. എന്നിട്ട് ജീവിതത്തിന്റെ ഭാഗമായി കണ്ടുപോയ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മയ്യത്തിന്റെ മുന്നിൽ വെച്ചിട്ട് പ്രിയപ്പെട്ടവള് പറയുകയാ, വസൗജൻ ഖൈറൻ മിൻ സൗജിഹി. 5 കൊല്ലക്കാലം, 2 കൊല്ലക്കാലം, 10 കൊല്ലക്കാലം, 25 കൊല്ലക്കാലം, 50 കൊല്ലക്കാലം ഈ ഉള്ളവരുടെ ജീവിതത്തിലെ എല്ലാമായ ഈ പ്രിയപ്പെട്ട ഭർത്താവിന് റബ്ബേ നീ നല്ലൊരു ഭാര്യയെ, നല്ലൊരു ഇണയെ, നല്ലൊരു കൂട്ടുകാരിയെ നൽകണേ നാഥാ. ആരെങ്കിലും ആലോചിച്ചു? പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുന്നിൽ നിന്നിട്ട് ഭാര്യ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ഭാര്യയുടെ മുന്നിൽ നിന്നിട്ട് ഭർത്താവ് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ടവൾക്ക് നല്ലൊരു ഇണയെ നൽകണേ നാഥാ. മരണത്തോടുകൂടി തീരുന്ന ഭാര്യ ഭർത്തൃബന്ധങ്ങൾ, മാതാപിതാക്കളും പുത്രന്മാരും പുത്രിമാരും തമ്മിലുള്ള ബന്ധങ്ങൾ, അയൽവാസികളും തമ്മിലുള്ള ബന്ധങ്ങള്, സുഹൃത്തും തമ്മിലുള്ള ബന്ധങ്ങള് മരണത്തോടുകൂടി പറഞ്ഞു പോകുന്നത്. ബന്ധപ്പെട്ടവരെ, ഈ ആൾക്ക് നല്ലൊരു കുടുംബത്തെ, നല്ലൊരു വീടിനെ, നല്ലൊരു ഇണയെ നൽകണേ നാഥാ. എത്ര മയ്യത്ത് നമ്മൾ, എത്ര മയ്യത്തിന് നമ്മൾ പ്രാർത്ഥിച്ചത്. ഏതെങ്കിലും ഒരു മയ്യത്ത് പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ ആലോചിച്ചു. 18ാമത്തെ വയസ്സ് എന്റെ ബാപ്പച്ചിന്റെ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിന്റെ മനസ്സിൽ കൂടിയിട്ടില്ല. അറബി പഠിക്കുന്ന സമയം എന്റെ ബാപ്പച്ചി ഉസ്താദാ, മൊയിലേരാ, ഉമ്മച്ചി അറബി ടീച്ചറാ, എല്ലാവർക്കും അറബി അറിയാം, ഈ പറഞ്ഞ അർത്ഥം അറിയാം. അന്നൊന്നും എന്റെ ഉമ്മച്ചി പുറത്തിറങ്ങിയപ്പോ ചോദിച്ചില്ല, എന്താടാ ഈ പറഞ്ഞു പോയത്? എന്റെ ഭർത്താവായി ജീവിച്ചൊരാൾക്ക് പരലോകത്ത് വേറൊരു ഇണയെ നൽകണോ? ഞാനോ? ഭാര്യമാരെ നിങ്ങളുടെ അവസ്ഥ എന്താ? ഭർത്താക്കന്മാരെ നിങ്ങളുടെ അവസ്ഥ എന്താ? രക്ഷിതാക്കളെ നിങ്ങളുടെ അവസ്ഥ എന്താ? മരണത്തോടുകൂടി തീരുന്ന സ്വന്തം ബന്ധങ്ങൾക്ക് വേണ്ടിയാണോ പടച്ചോനെ മറന്നുപോയത്? അള്ളാന്റെ റസൂലിനെ മറന്നുപോയത്? ആഖിറത്തെ മറന്നുപോയത്? അള്ളാഹ്ക്ക് വേണ്ടി ആകണേ
കുടുംബ സംവിധാനം. റസൂലുള്ള പഠിപ്പിച്ചതുപോലെ ആകണേ കുടുംബ സംവിധാനം. ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകൾ ആഖിറം മാത്രമാകണേ, ആഖിറം മാത്രമാകണേ. ഈ ലോകത്ത് ജനിച്ചിട്ട് മരിക്കുന്നത് വരെ ജീവിതത്തിൽ അനുഭവിച്ചാലുമില്ലെങ്കിലും, കുടുംബമുണ്ടായാലുമില്ലെങ്കിലും, മക്കളുണ്ടായാലുമില്ലെങ്കിലും, സ്വത്തുണ്ടായാലുമില്ലെങ്കിലും, സൗകര്യങ്ങളുണ്ടായാലുമില്ലെങ്കിലും, നിഅമത്തുകൾ അനുഭവിച്ചാലുമില്ലെങ്കിലും, നാഥാ നിന്നെ കണ്ടുമുട്ടുന്നൊരു ലോകമുണ്ടല്ലോ ആഖിറം. ആ ലോകത്തിന് വേണ്ടി മാത്രം ക്രമീകരിക്കപ്പെട്ടൊരു ജീവിതമാകണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരമൊരു ജീവിതത്തെ നൽകി നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ.